റവയും ചെറുപയർ പരിപ്പൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്, എന്നാൽ ഒരു പരിപ്പിന്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരണം കേട്ടോ. അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേ ഉള്ളൂ അതിന്റെ ആ ഒരു പച്ച ചുവക്കൊന്ന് മാറി കിട്ടുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രയൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് ചിലതൊക്കെ പരിപ്പുകളൊക്കെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഒരു 10-15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പൊ ഇതുപോലെ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഉടക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ തന്നെ പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പൊ വെള്ളമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്നും കൂടെ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരണം കേട്ടോ. അതുവരെ വറുത്തെടുക്കുക. കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പൊ ഇതുപോലെ റവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പിന്റെ അടുത്ത് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒക്കെ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങ ഒക്കെ കൂടുന്നതോറും ടേസ്റ്റ് കൂടും. അപ്പൊ ഞാനിവിടെ 1/2 കപ്പിന്റെ അടുത്ത് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്നെങ്കിൽ മണ്ണും കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ, ഒരു 3 അച്ച് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി എടുത്തിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരും. അപ്പൊ നമുക്ക് ഈ റവൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് നല്ലൊരു ടൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകത്തിലായിട്ട് എല്ലാം ഒരുമിച്ച് ആവുന്ന ആ ഒരു പാകത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടോട് കൂടിയിട്ടോ ചൂടാറിയിട്ടൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ചൂടോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അല്ലാതെ നമുക്ക് തണുത്തിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ബൗളിൽ നെയ്യൊന്ന് പുരട്ടിയിട്ട് അതിൽ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ആക്കിയിട്ടും സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്